ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് അജിയോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. ആൻഡ് ജസ്റ്റ് അൺബോക്സ് ഇറ്റ്. ബോക്സൊക്കെ കാണുമ്പോൾ നല്ല വലിയ ബോക്സ് ആട്ടോ, പക്ഷെ സാധനം ഇതിൻ്റെ ലെങ്ത്, അതായത് സൈസ് ആകെ ഇത്രേ വരുന്നുള്ളൂ. അപ്പം ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഈസ്. സോ അൺബോക്സ് ഇറ്റ്. This is the bag. I like the color. അടിപൊളി ബാഗ്. ആൻഡ് ആവാസ, ഇറ്റ്സ് ഫ്രം അഗെയിൻ ആവാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ്. ആൻഡ് പ്രൈസ് ടാഗിൽ കൊടുത്തത് 499 ആണ്. ആക്ച്വൽ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ഓക്കെ, സിബിൻ്റെ ഇതിന് ഫസ്റ്റ് ഇതിൻ്റെ പ്രിൻറ്റും കളറൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. ആൻഡ് സ്ലിങ് വന്നിട്ട് പ്യുവർ ലെതർ സ്ലിങ് തന്നെയാണ്. അഡ്ജസ്റ്റബിളാണ്. ഇത് ടൈറ്റ് അപ്പ് വിത്ത് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു വെറൈറ്റി ബാഗ് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ബാഗ് തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രിൻ്റ് നമുക്ക് നോർമൽ ഓക്കെയാണ്, പക്ഷെ ഇതിൻ്റെ സിബ് വരുന്നത് ടോട്ടലി ഒരു വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് വന്നത്. ആൻഡ് ഒരു സ്ലിങ് വന്നിട്ട് ഇവിടെ അറ്റാച്ച്ഡ്, അതായത് ഈ സൈഡിലില്ല, ഈ സൈഡിലാണ് സ്ലിങ്ങിൻ്റെ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ട്. ആൻഡ് ദ അതർ സൈഡാണ് വേറൊരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെ ഇതിൻ്റെ ഓപ്പണിങ് ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. സിബെല്ലാം കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നൊന്നുമില്ല. ഇത് ഓപ്പൺ ആക്കിയാൽ ആൻഡ് ഇങ്ങനെയാണ് കാണാം. ഇവിടെ മീൻസ് ഓപ്പൺ ആക്കിയിട്ട് ഫുള്ളായിട്ട് അങ്ങനെ പുറത്തേക്ക് പോകില്ല. ഇവിടെ ഒരു ക്ലോസിങ് പോലെ ഒരു ക്ലോത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലെ ക്ലോത്ത് ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തത്. ക്ലോത്ത് ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തത്. ആൻഡ് ഇൻസൈഡ് 2 ഓപ്പൺ ആയിട്ടുള്ള ഒരു 2 ഓപ്പൺ കമ്പാർട്ട്മെൻറ്റ്സും. ആൻഡ് ഇവിടെ ഒരു നടുവിലൊരു സിബ് വന്നിട്ടുണ്ട്. ഇവിടെ ആവാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മളൊരു ടോട്ട് ബാഗ് കണ്ടല്ലോ, ആ ഒരു വലിയൊരു ബാഗ്, അതിൻ്റെ അതേപോലെ തന്നെയാണ് കൊടുത്തത്. അതായത് ബ്രാൻഡ് നെയിം ആട്ടോ ഞാൻ പറയുന്നത്. ആൻഡ് ഇവിടെ സിബ് ഓപ്പൺ ആക്കിയാൽ യു ക്യാൻ സി എ സ്മോൾ പോക്കറ്റ്. സിബിന് അത്ര വലിയ ലെങ്ത് ഒന്നുമില്ല കേട്ടോ. ഉള്ളിൽ എനിക്ക് തോന്നുന്നു ക്യാഷോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്നുള്ള ഒരു തീമിലായിരിക്കും കൊടുത്തത്. ആൻഡ് ലെങ്ത് അത്യാവശ്യം ഉണ്ട്. ഈ ഒരു ബാഗിൻ്റെ അത്രയും ലെങ്ത് ഉണ്ട്. ഉള്ളിലെ സിപ്പ് പോക്കറ്റിന് വന്നിട്ട് ലെങ്ത്ത്. ആൻഡ് ഇതും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയാണ് കൊടുത്തത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ എനിക്ക് നല്ല ഇഷ്ടമായി. പെട്ടെന്നൊന്നും കേടുവരാത്തയും നൂലൊന്നും വലിയാത്തയും ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തത്. ആൻഡ് കണ്ടോ, ബ്ലാക്ക് കളറിലാണ് കൊടുത്തത്. ആൻഡ് ഇവിടെ ഈ സ്ലിങ്ങിൻ്റെ ഇടയിൽ ഇവിടെ ഈ ഒരു എന്താ പറയുക മെറ്റൽ കൊടുത്തത് ഈ ഒരു ബാഗിന് എന്തുകൊണ്ട് മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് മെറ്റലാണ് കൊടുത്തത്. അതിൻ്റെ കളർ ഓൾസോ അതേപോലെ തന്നെയാണ് സിബിനും കൊടുത്തത്. കണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് നോക്കാം. പ്രിൻ്റ് വന്നിട്ട് ഒരു നേവി ബ്ലൂ കളറിൽ ഓഫ് വൈറ്റ് ഫ്ലോറൽ ടൈപ്പ് ഓഫ് പ്രിൻ്റാണ് വന്നത്. ഒരുവിധം പ്രത്യേകിച്ച് വൈറ്റ് കുർത്തീസിലൊക്കെ അത്യാവശ്യം നല്ല മാച്ചിങ് ആയിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ബാഗ്. ജീനിൻ്റെ കൂടെയും കാര്യത്തിനൊക്കെ കൂടെ എനിക്ക് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾസോ സ്പെഷ്യലി അബായസിൻ്റെ കൂടെ മാച്ച് ആവും. നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അഡ്ജസ്റ്റബിളാണ്.
ആൻഡ് ഇറ്റ് ഈസ് ബെൽറ്റ് ടൈപ്പ്. നമുക്കിതൊന്ന് റിമൂവ് ആക്കാം. നല്ല വലിയ സ്ലിങ് ആണ്. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾക്ക് പാൻറ്റിനൊക്കെ ഇടുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഹുക്കാണ് ഇവർ ഇത് പ്രൊവൈഡ് ചെയ്തത്. കണ്ടല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പം എന്താ പറയുക, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ്. ലെങ്ത് കുറയ്ക്കണമെങ്കിൽ അത്രയും ഇവിടെ വേണമെങ്കിൽ എന്താ പറയുക, ഹോൾസ് വെച്ചിട്ട്, ഇവിടെ ഹോൾസ് ആട്ടോ കൊടുത്തത്, ഹോൾസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോൾസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓൺലി 269 റുപ്പീസ് മാത്രമേ എനിക്ക് റേറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ടാഗിൽ വന്നിട്ട് 499 ആണ് ഇതിൻ്റെ പ്രൈസ് ടാഗിൽ അവർ കൊടുത്ത പ്രൈസ്. പക്ഷെ എനിക്ക് വന്നത് 261 റുപ്പീസ് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഇത് അഫോർഡബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അടിപൊളി ബാഗാണ്, ഒന്നും തന്നെ പറയാനില്ല. ആൻഡ് അടിപൊളി നല്ല മെറ്റീരിയലാണ്, നൂല് വലിയേ അങ്ങനത്തെ കളർ ഫെയ്ഡ് ആവുകയും അങ്ങനത്തെ വാഷബിളും ആണ്. ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ എനിക്ക് പെട്ടെന്ന് കണ്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഞാനിതൊന്ന് വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം.